ഇതെവിടെ പോയി കിടക്കുക? ആ അത് ശരി, നീ ഈ കഥ കുറ്റിയിടാതെ ഇവിടെ വന്ന് കിടക്ക. അതെ, നീ പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തു പറ്റി? ഈ സമയത്ത് ഉറങ്ങുന്നല്ലോ. അമ്മയ്ക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? അതെന്താ നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം? ഇഷ്ടമില്ലാത്തോണ്ടാണോ നീ പറയുന്നതെല്ലാം ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരുന്നത്? പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി തന്നെയല്ലേ? ജീവിക്കാൻ നമുക്ക് ഇത് മാത്രം മതിയോ? പിന്നെ എന്താ കൊച്ചുവായിൽ ഇപ്പൊ വലിയൊരു വർത്തമാനം? അമ്മയ്ക്ക് എന്നെ ഇഷ്ടല്ലേ? ആ സത്യല്ലേ? അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരരുതെന്ന്. ആ ഇതാണോ? എടി പെണ്ണെ, അത് 2-3 കവറല്ലേ ഉള്ളൂ. അത് നമ്മുടെ പറമ്പിന് മൂലക്കെട്ട് കത്തിച്ചാ പോരെ? ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? അതെ. എന്താ സ്വപ്നം? ആ സ്വപ്നത്തിൽ ചാക്യാരോ വന്നു. ചാക്യാരോ? ആ അതെ അമ്മ, ചാക്യാര്. എന്നിട്ട് എന്നെ രക്ഷിക്കൂ, ഈ പ്ലാസ്റ്റിക്കിന്റെ പുകയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. പ്ലാസ്റ്റിക്കിന്റെ പുകയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ മക്കളെ, എന്നെ രക്ഷിക്കൂ. ചാക്യാര് രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ചാക്യാര് ചാക്യാരെ, പ്ലാസ്റ്റിക് കത്തിച്ച എന്നാ കുഴപ്പം? ഞാൻ എന്റെ വീട്ടിൽ 3 കവറാ കത്തിച്ചത്. പാടില്ല മക്കളെ, പ്ലാസ്റ്റിക് കത്തിച്ചാല് നമ്മളും ഈ ഭൂമിയും ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞു മരിക്കും. മരിക്കണോ നിനക്ക്? വേണ്ട, മരിക്കണ്ട. മരിച്ചാല് പിന്നെ ചാക്യാരില്ല, നീയില്ല, ഈ ഭൂമിയുമില്ല. മനസ്സിലായോ നിനക്ക്? അപ്പോ ഒരു വീട്ടില് 3 കവറ്, നിങ്ങളുടെ ക്ലാസ്സിലെ 40 കുട്ടികളുടെ വീട്ടില് 3 കവർ വീതം വന്നാല് 120 കവറ്. 2000 പേര് പഠിക്കുന്ന 40 സ്കൂളിലെ കുട്ടികളുടെ വീട്ടില് ഇത്രയും കൂട്ടിയാ എത്രയായി? 2,40,000 കവറ്. അപ്പോ ഒരു മാസം 30 ദിവസം എത്രയാ കവറ്? 72 ലക്ഷം കവറാ. അപ്പോ 72 ലക്ഷം കവറുകൾ കത്തിയാല് ബ്രഹ്മപുരത്തെക്കാൾ ഭയാനകമാ. അങ്ങനെ മരിക്കണോ നിങ്ങക്ക്? വരിക, ഇങ്ങോട്ട് വരിക, എല്ലാവരും വരിക, വരിക. അപ്പോ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതിനൊരു പരിഹാരം വേണ്ടേ? കവറുകള് ഉപയോഗിക്കാതിരിക്കുക, അത്ര തന്നെ. എന്റെ കടയിലും ഓഫീസിലും ഒക്കെ പോകുമ്പോ നമ്മള് തുണിസഞ്ചി കയ്യിൽ കരുതുക. മത്സ്യവും മാംസവും വാങ്ങാൻ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഇതര കണ്ടെയ്നർ കൊണ്ടുപോകുക. ഇത് നാണക്കേടല്ല, മറിച്ച് നമ്മുടെ ഭൂമിയെയും നമ്മളെയും എല്ലാം രക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട നല്ല ശീലങ്ങളാണ്. ആ ശീലങ്ങളിലേക്ക് നിങ്ങളും മാറുക. എന്നാൽ ഈ ഭൂമി സ്വർഗമാകും. നിങ്ങൾ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും പറയണം, ചേട്ടനോടും ചേച്ചിയോടും അനിയനോടും അനിയത്തിയോടും പറയണം, അപ്പൂപ്പനോടും അമ്മൂമ്മയോടും എല്ലാവരോടും പറയണം. പള്ളിയിലും അമ്പലത്തിലും എല്ലാം പോയി പറയണം. നിങ്ങളുടെ സമുദായത്തിൽ പോയി പറയണം. സ്കൂളിലെ മാഷുമാരോട് പറയണം. നിങ്ങൾ ശുചിത്വ അംബാസഡർമാരാണ്. നിങ്ങളിൽ കൂടെയാണ് ഈ ലോകം നന്നാവേണ്ടത്. നിങ്ങളിൽ കൂടെ. ചാക്യാര് വന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കരുതെന്ന് പറഞ്ഞു. കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം കിട്ടാതെ മരിക്കില്ലേ? ഞാനും അങ്ങനെ മരിക്കും അമ്മേ. അപ്പോ
ഇന്ന് മുതൽ അമ്മ സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേന് തുണി സഞ്ചി കരുതും, ഇറച്ചി മീനും വാങ്ങാൻ പോകുമ്പോഴത്തേന് പാത്രം കരുതും, പിന്നെ പാലിന്റെ കവറൊക്കെ കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. പിന്നെ ഇതൊന്നും പോരാഞ്ഞ് അമ്മയുടെ ഓഫീസിൽ പോയിട്ട് എല്ലാവരോടും അമ്മ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കും. അപ്പോ ഇന്ന് മുതൽ ഞാനും ശുചിത്വത്തിന്റെ അംബാസിഡർ ആകും.